ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക, അറിയാണ്ട് മൂത്രം പോവുക എന്നുള്ള പ്രശ്നമായിട്ട് വരുന്ന സ്ത്രീകൾ. അപ്പോൾ അതിൽ അറിയാണ്ട് മൂത്രം പോവുക എന്ന് പറയുന്നത് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഒന്ന്, നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ പിടിച്ചു നിർത്താൻ പറ്റാതെ അറിയാണ്ട് പോവുക, അതിനെ നമ്മൾ അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ, കുനിയുമ്പോൾ, ബെഡിൽ നിന്ന് എണീക്കുമ്പോഴൊക്കെ നമുക്ക് യൂറിൻ അറിയാണ്ട് പോകുന്നത്, അതിനെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും. ഇങ്ങനെ 2 തരത്തിലാണ് ബേസിക്കലി നമ്മൾ മൂത്രം അറിയാണ്ട് പോകുന്നത്, അല്ലെങ്കിൽ മൂത്രച്ചോർച്ച എന്ന് പറയും, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണങ്ങൾ വ്യത്യസ്തമാണ്, ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ അർജ് ഇൻകോണ്ടിനൻസ്, അതായത് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോൾ നമുക്ക് അറിയാണ്ട് പോകുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന മൂത്രസഞ്ചിക്കുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ തൊട്ട് ഷുഗർ ആവാം, അതല്ലെങ്കിൽ നമുക്കിപ്പം ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആവാം. സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന് തലച്ചോറിലുണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച്, ബിക്കോസ് അവിടെ നിന്നാണ് നമുക്ക് മൂത്രസഞ്ചിയിലേക്കുള്ള ഞരമ്പ്, നാഡീ ഞരമ്പുകളുടെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന കൺട്രോളിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട് പോലും നമുക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റായിക വരാം. പിന്നെ മൂത്രസഞ്ചിയിലുള്ള സ്റ്റോണ്, ഇൻഫെക്ഷൻസ് എല്ലാം ഇതിനുള്ള കാരണങ്ങളാവാം. പിന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാരണമാണ് ബ്ലാഡർ ഓവർ ആക്ടിവിറ്റി എന്ന് പറയും. അതായത് നമ്മൾ യൂഷ്വലി മൂത്രസഞ്ചി നമ്മൾ മൂത്രം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുന്നതിന് പകരം അത് ആക്റ്റീവായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ബ്ലാഡർ ഓവർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, അറിയാണ്ട് മൂത്രം പോവുക, മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നൊക്കെ ഉള്ളു. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് മരുന്ന് കൊണ്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് മരുന്ന് കൊണ്ട് മൂത്രസഞ്ചിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഈ സിംറ്റംസൊക്കെ വളരെ നന്നായിട്ട് മെച്ചപ്പെടുകയും ചെയ്യും. രണ്ടാമതായി പറഞ്ഞ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അതായത് നമുക്ക് ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ ഒക്കെ ഉള്ള അറിയാണ്ടുള്ള മൂത്രം പോകുന്നത്, ബേസിക്കലി അത് നമ്മുടെ മൂത്രനാളിയുടെ സപ്പോർട്ട് പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. അതിന് കാരണങ്ങളിപ്പം ഡെലിവറീസിന് കൂടുതൽ നമ്പർ ഓഫ് ഡെലിവറീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒബീസ് പേഷ്യൻസ്, അതായത് അമിതവണ്ണമുള്ള രോഗികളാവാം, അതല്ലെങ്കിൽ പ്രായം കഴിയുന്തോറുമുള്ള നമ്മുടെ ചേഞ്ചസ്, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാകാം. അപ്പോൾ ഇതൊക്കെ കൊണ്ടാവാം നമ്മുടെ മൂത്രനാളിയുടെ സപ്പോർട്ട് കുറയുന്നത്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് മരുന്നുകൾ കൊണ്ടുള്ള ഈ രോഗം ഭേദമാക്കാൻ പറ്റുന്ന സാഹചര്യം കുറവാണ്. അങ്ങനെയുള്ളവർക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും.